ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവൽ ഉച്ചവരെയുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ വെള്ളിയാഴ്ച കളക്ഷൻ കൂടുന്നു എന്ന് തന്നെ പറയാൻ കഴിയുന്നു. എന്തായാലും ഏവരും പ്രതീക്ഷിച്ച പോലെ തന്നെ വെള്ളിയാഴ്ച മികച്ച ഒരു ദിവസമാകുന്നു. ശനി ഞായർ ദിനങ്ങളോടെ സിനിമ വീണ്ടും ആളിക്കത്തും എന്നുള്ളത് തന്നെ പറയാം. ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആദ്യ 7 ദിനം കൊണ്ട് സിനിമ 64 കോടി കവർ ചെയ്തു എന്നുള്ളതാണ്. രണ്ടാം വാരത്തിലേക്ക് കടക്കുന്ന സിനിമയ്ക്ക് 800-ന് മുകളിലുള്ള സ്ക്രീനുകൾ വേൾഡ് വൈഡ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ 300-ന് മുകളിലും GCC രാജ്യങ്ങളിൽ 350-ന് മുകളിലുള്ള തിയേറ്ററുകളും ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ള ഒരു കാര്യം. ഹെവി ഹോൾഡ് തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ആദ്യ ആഴ്ചയേക്കാൾ കൂടുതൽ സിനിമയ്ക്ക് പ്രതികരണം രണ്ടാം ആഴ്ചയിലേക്ക് വരുന്നു. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസ് വലിയ രീതിയിൽ ഈ സിനിമയിലേക്ക് അട്രാക്റ്റായി ചെല്ലുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഇന്ന് ഉച്ചവരെ, അതായത് 11 മണി വരെ വന്നിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. 1201 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ 35,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. 11% ഓക്യുപ്പൻസിയിൽ 59 ലക്ഷം രൂപ, അതായത് 75 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് മോർണിംഗിൽ തന്നെ വരികയാണ്. അതിലും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീസെയിലൂടെ സിനിമയ്ക്ക് 43 ലക്ഷം രൂപയോളമാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരു മികച്ച ഒരു വെള്ളിയാഴ്ച തന്നെയാണ് സിനിമ വരാൻ പോകുന്നത്. ഈ ഇന്നത്തെ ദിവസം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏകദേശം 4 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷനാണ്. അതായത് ഇന്നത്തോടെ സിനിമ 8-ാം ദിനം കഴിയുമ്പോഴത്തേക്ക് 67, 68, 69 കോടിക്കുള്ളിൽ വരുമെന്നുള്ളതും, അങ്ങനെയാണെങ്കിൽ ശനി ഞായർ ദിനങ്ങളിലൂടെ സിനിമ ഏകദേശം 79-80 കോടിയിലേക്ക് എത്താം, അല്ലെങ്കിൽ 75 കോടിക്ക് മുകളിലേക്ക് എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും മികച്ച രീതിയിൽ തന്നെ ഒരു മികച്ച സിനിമയ്ക്ക് മികച്ച പിന്തുണ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും സന്തോഷകരമായ ഒരു കാഴ്ച. ഇനിയും വരുന്ന ആഴ്ചകളിൽ പുതിയ സിനിമകൾ വരുമ്പോഴും മമ്മൂട്ടി കമ്പനി ഈ സിനിമ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ സിനിമകളൊക്കെ പോയി കഴിഞ്ഞാലും ഇവിടെ കളങ്കാവൽ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. കാരണം ക്വാളിറ്റി തന്നെയാണ് എപ്പോഴും പ്രേക്ഷകൻ നോക്കുന്നത്, ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ വരാൻ പോകുന്ന സിനിമകൾ എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണെങ്കിലും അതിലും മികച്ച ക്വാളിറ്റി എന്തുകൊണ്ടും ഈ ഒരു സിനിമയ്ക്കുണ്ട്. കാരണം പ്രത്യേകിച്ച് ഈ സിനിമയുടെ ജോണറും അതുകൂടാതെ മമ്മൂട്ടിയുടെ പ്രകടനവും അത് ഒരിക്കലും വേറെ ഒരു സിനിമയും കവർ ചെയ്ത് പോകില്ല എന്നത് 100% ഉറപ്പുമാണ്. അപ്പോൾ കാത്തിരിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസുകൾക്കും കാര്യങ്ങൾക്കുമായിട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.